കൂടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേകം പരിശുദ്ധ വേദാന്ത സഫലമായി തീരാൻ. സൈനിൻ ആരാണ്? സൈനിൻ ആരാണ്? എല്ലാരിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞോളാം. Good afternoon to all of you, respected ma'am and my dear friends. Today I am here to present a speech on education and why it is important. Education plays a very important role in everyone's life. It is very necessary to live a great and better life. For that, it is very important to get a proper education. The word education not only means acquiring knowledge. The first objective of getting good education is to become a good citizen and then to become a successful person. Thank you. നന്നായിരുന്നു കേട്ടോ. അപർണ പേര്. അതെ മാം. ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ. നിങ്ങൾ ഇപ്പൊ അധികം സ്റ്റുഡൻസ് ഇല്ലല്ലോ നമ്മളെ ഈ 11ല്. നിങ്ങൾ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടീമായിട്ട് സൈൻ ഔട്ടും തോട്ട് ഓഫ് ദ ഡേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് കുറച്ചും കൂടെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോ. റോഷനാണോ? അതെ, ഞാൻ. Education is, good afternoon ma'am. Education is the most powerful weapon which you can use to change the world. Nelson Mandela. ലാസ്റ്റ് നമ്മൾ ഏത് ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട്? പേജ് നമ്പർ പറഞ്ഞാൽ മതി മിസ്. പേജ് നമ്പർ പറഞ്ഞു. 38 കഴിഞ്ഞു. 39 ഇനി പീരീഡ് ഓഫ് ഫോം ആണെന്നാണ് ഓർമ്മ. ലൈഫ് വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്യാം, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ വീഡിയോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അനിമേഷൻ വീഡിയോ ലൈഫിന്റെ. ചെറുതായിട്ട് കാണിച്ചു എന്ന് തോന്നുന്നു. നീ കംപ്ലീറ്റ് ചെയ്തു ഈ പോർഷൻ? അതിൽ ഓർമ്മയുണ്ടോ? അത് ചെയ്തല്ലോ, മറ്റേ ഫിസിക്കൽ ആൻഡ് മോട്ടോർ. അല്ല, അത് മൈൽഡ് റോസ് അല്ല, മാറിപ്പോയി. ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലേ എടുത്തത്? അതില് ആയതുപോലെ തോന്നുന്നു. ഞാൻ മോക്ക് ടെസ്റ്റ് റോൾ ഓഫ് ദി ടീച്ചർ ഒന്നും ആൻസൈറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയും സെപ്പറേഷൻ പറഞ്ഞു. 2 തരം ആൻസൈറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. അത് പേജ് നമ്പർ 45 സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കേടാ. അപ്പൊ ഓക്കെ, നമ്മള് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് പീരീഡിൽ ചൈൽഡ്ഹുഡിൽ ഭയങ്കര എന്താ പറയാ, മോർ റെഗുലർലി മോർ സിവിയർലി ആണെന്ന് പറഞ്ഞു. ഒത്തിരി ഇമോഷൻസ് ടെമ്പററി ആണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. കുട്ടികളിൽ കണ്ടുവരുന്ന 2 ആൻസൈറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഏതൊക്കെയായിരുന്നു 2 ആൻസൈറ്റീസ്? ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻ ആണ്. സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി അല്ലെ? ഏതൊക്കെയാണ്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി. പുതുതായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ, സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സണെയോ വസ്തുക്കളെ കാണുമ്പോൾ കുട്ടികൾക്ക് അറിയാറുണ്ട്. അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സണെ കാണുമ്പോൾ പെട്ടെന്ന് അവര് അമ്മയുടെ അടുത്തൊരു സെക്യൂരിറ്റി വന്ന് സിക്ക് ചെയ്യാറുണ്ട്. അമ്മയുടെ അടുത്ത് മാറി നിൽക്കും, ഒന്ന് അമ്മയുടെ മറയിൽ നിൽക്കും, അങ്ങനെയൊക്കെ അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കാനായിട്ട്, സേഫ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കൈൻഡ് ഓഫ് സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സണെ കാണുമ്പോൾ വരുന്ന ഒരു ഫിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇനി വരുന്നത് സെപ്പറേഷൻ ആൻസൈറ്റി ആണ്. ജൂൺ 1 ആരൊക്കെയാണ് നഴ്സറിയിലേക്കോ KG പ്ലേ ക്ലാസ്സിലേക്കൊക്കെ കുട്ടികളെ ചേർക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ? സെക്കൻഡിന് ഈ വർഷം സ്കൂളിലേക്ക് ആരെങ്കിലും ചേർക്കുന്നുണ്ടോ? സ്കൂളിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക നഴ്സറിയിലേക്കോ ആരെങ്കിലും ചേർക്കുന്നുണ്ടോ? മക്കൾ ആരെങ്കിലും ചേർക്കുന്നുണ്ട് മാം. ഓക്കെ, അപ്പൊ മോൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ കുട്ടി നീ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കുട്ടി അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കുട്ടിക്ക് ഒരു പേടി, ഒരു അപ്സെറ്റ് ആദ്യ ടൈമിൽ കുട്ടികൾ കണ്ടുവരുന്ന ഒരു തരം ഫിയറിനെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി. അത് അമ്മയിൽ നിന്ന് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു വിഷമം, അതാണ് എന്ത് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് ഫസ്റ്റ് കിൻഡർ ഗാർഡനിലോ ഓർ എന്താ പറയുക നേഴ്സറിയിലോ ആക്കിയിട്ട് നമ്മൾ വരുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് കരയും. ആദ്യമൊക്കെ അവിടെ പോകണമെന്നേ ഇഷ്ടമുണ്ടാവില്ല. പിന്നീടാണ് ആ ഒരു എൻവയോൺമെന്റിനോട് അറ്റാച്ച്ഡ് ആവുമ്പോഴാണ് അവന് ഓക്കെ ആകുന്നത്. ആ ഫസ്റ്റ് ടൈമിൽ കാണുന്ന ആൻസൈറ്റിനെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടിക്ക് എഴുന്നേറ്റപ്പോ ഉറക്കത്തിൽ കുഞ്ഞു കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അമ്മനെ കാണുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് അപ്സെറ്റ് ആവുന്നു, ഭയങ്കരമായിട്ട് ഏന്തി കരയുന്നു. അങ്ങനെ കാണുന്നുണ്ടാവുമ്പോഴേക്കും ചെറിയ കുട്ടികൾ ഭയങ്കരമായിട്ട് കരയും. അതെന്തുകൊണ്ടാണ്? എപ്പോഴും അമ്മ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഫീൽ ചെയ്തു, അവൻ ആ സെപ്പറേഷൻ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു ടൈപ്പ് ഓഫ് ആൻസൈറ്റി കുട്ടികളിൽ കാണുന്നത്. 2 ടൈപ്പ് ആൻസൈറ്റികൾ പറഞ്ഞു. അങ്ങനെ സെപ്പറേഷൻ ആൻസൈറ്റി അപ്പൊ അമ്മനെ കാണുമ്പോ അമ്മനെ കണ്ടില്ലെങ്കിൽ അവര് ചിലപ്പോ കരയും, ചിലപ്പോൾ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. ഇത് ഒരു എന്താ പറയാ കണ്ടിന്യൂസ് പീരീഡോളം പ്രീ സ്കൂൾ ടൈമിൽ ഇത് ഉണ്ടാവാറുണ്ട്. അമ്മേനോ അല്ലെങ്കിൽ കെയർ ഗിവറിന്റെ എല്ലാ കാര്യത്തിലും അവന് ഒരു അപ്രൂവൽ വേണം. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണോ അവനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്, കെയർ കൊടുക്കുന്നത്, അവരിനെ എപ്പോഴും അപ്രൂവൽ കിട്ടണം എന്ന് അവർക്കുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി, പെട്ടെന്നായിരിക്കും കരയുന്നത്. ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ ഇരുന്ന് കരയും. കാരണം എന്താണ്, അവനെ കാണുന്നില്ല, ഒരു വിഷമം കൊണ്ട് കരയുന്നതാ. അപ്പൊ ഈ ഒരു ബിഹേവിയർ കുട്ടികളിൽ പതിയെ പതിയെ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ബിഹേവിയർ മാറി നല്ല എന്താ പറയാ ആ ഒരു പേടി അവരിൽ മാറും. പിന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫിയറുകളാണ് ലൗഡ് നോയ്സ്. ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് അപ്പൊ കുട്ടികൾ കരയാറുണ്ട് ഇല്ലേ? ഇരുട്ട് കാണൂലേ? ഇരുട്ട്, ഡാർക്ക്നെസ്സിനോട് ഭയങ്കര ഫിയർ ഉണ്ടാവും. ചില അനിമൽസിനെ കാണുമ്പോൾ കുട്ടികൾ കരയും. സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിന് ഞാൻ പറഞ്ഞു സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി. പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോ, പുതിയൊരു ഒബ്ജക്റ്റ് കാണുമ്പോ, ഇപ്പം എന്റെ മോള് ആദ്യം ജനിച്ചുടനെ 1 വയസ്സ് 1.5 വയസ്സുള്ള സമയത്ത് കുട്ടി അവള് ജനിച്ചത് കൊറോണ സമയത്താണ്. അപ്പൊ നമ്മള് എവിടേക്ക് പോകില്ലായിരുന്നു, വേറൊരു വീട്ടിലേക്ക് വരുന്നതിനോ അങ്ങനൊന്നും പോയില്ലായിരുന്നു. ഹസ്ബൻഡ് വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കോവിഡ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് എവിടെയെങ്കിലും ഒന്ന് വിരുന്ന് പോയി തുടങ്ങിയത്. അപ്പോ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോ അവൾക്ക് ഭയങ്കര കരച്ചിലാണ്. സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു എൻവയോൺമെന്റ് പരിചയമല്ല. അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരിക്കും, പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ആവില്ല, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പൊ അത് സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്ലേസ്, അവർ ഉദ്ദേശിക്കുന്ന പ്ലേസ് എന്ന് വെച്ചാൽ അവർക്ക് പരിചയമല്ലാത്ത ഒരു പ്ലേസ് കാണുന്ന കുട്ടികൾ കരയും. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അത് ഇതുവരെയും കാണാത്ത ടൈപ്പ് നമ്മൾ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കരയാറൊക്കെ ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഇമോഷൻസ് ചേഞ്ച് ആവില്ലേ? ചിലപ്പോൾ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, ഒറ്റ സെക്കൻഡിലായിരിക്കും പെട്ടെന്ന് ഇരുന്ന് കരയുന്നത്. എന്തിനാ കരയണത്? ചിലപ്പോൾ നമ്മൾ പേടിച്ചു പോകും, വല്ല ഉറുമ്പ് കടിച്ചോ എന്ത് പറ്റി അങ്ങനെ കരയും. പെട്ടെന്ന് ഞെട്ടി കരയണേന്നൊക്കെ നമ്മൾ കേൾക്കാറ്. പെട്ടെന്നായിരിക്കും അവരുടെ ഇമോഷൻസ് എന്ത് വരുന്നത്, ചേഞ്ചസ് വരുന്നത്. എപ്പോഴും ഒരു ഇമോഷൻസിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം എന്താ പറയുക, ഈ വേരിയേഷൻസ് എല്ലാം സംഭവിക്കുന്നത് കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. ആദ്യം പറയുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉള്ള കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിക്ക് ഇമോഷണൽ ഡെവലപ്മെന്റും അത്യാവശ്യം ബെറ്റർ ആയിരിക്കും. ഒരു പോസിറ്റീവ് റിലേഷൻ ആണ് നമ്മുടെ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ. ഫിസിക്കൽ ഹെൽത്ത് ഗുഡ് ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും ഗുഡ് ആയിരിക്കും. ഇനി ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണ്, എന്തെങ്കിലും അസുഖങ്ങൾ സഫർ ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അവർക്ക് ഇമോഷണൽ കൺട്രോൾ കിട്ടണമെന്നില്ല. അവർക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്താണ് സ്ലോ ആയിരിക്കും. പെട്ടെന്ന് അവർ അപ്സെറ്റ് ആവും, അൺസ്റ്റേബിൾ ആയിരിക്കും. നിങ്ങൾ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹിയറിംഗ് കേൾവിക്കുറവുള്ള കുട്ടികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട്, അവർ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ല. അപ്പൊ ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരുമ്പോ
അവർക്ക് ഇമോഷണലി അത് അപ്സെറ്റ് ആവും. കാരണം എന്താണ്, അവർ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. സോ അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നു. അവരപ്പോ ആ ഒരു ഇമോഷണൽ ഇംബാലൻസ് വരുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് ഓക്കെ ആയിട്ടുള്ള കുട്ടികൾ ഇമോഷണൽ ഡെവലപ്മെന്റും പെർഫെക്റ്റ് ആയിരിക്കും. അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികളോ ഫിസിക്കൽ ഇപ്പൊ ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഫേസ് ചെയ്യുന്ന ഡിസബിലിറ്റി എന്ന് പറയാനുള്ള സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ സഫർ ചെയ്യുന്ന കുട്ടികൾക്കോ ഒക്കെ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് എങ്ങനെയായിരിക്കും? മോശമായിരിക്കും, ചില ഗുഡ് ആയിരിക്കില്ല. നമുക്ക് നോക്കാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. There is a positive relation between health and emotional development. നമ്മുടെ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ആണ് ഉള്ളത്. The children weak in physical structure or suffering from illness. എങ്ങനത്തെ കുട്ടികൾക്കാണ്? ഫിസിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക്, എന്തെങ്കിലും അസുഖങ്ങൾ സഫർ ചെയ്യുന്ന കുട്ടികൾ ആർ മോർ ഇമോഷണലി അപ്സെറ്റ് ആൻഡ് അൺസ്റ്റേബിൾ ദാൻ ചിൽഡ്രൻസ് ഹു ആർ ഹെൽത്തി. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെക്കാളും കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആണ് ഈ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ലാത്ത കുട്ടികളും എന്തെങ്കിലും അസുഖങ്ങൾ ഫേസ് ചെയ്ത കുട്ടികൾക്കും അവരുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കും? ഇമോഷണൽ അൺസ്റ്റേബിൾ ആയിരിക്കും, ഇമോഷൻസ് അൺസ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരെങ്ങനെയാണ് അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇമോഷണൽ ഡെവലപ്മെന്റ് വീക്ക് ആയിരിക്കും. അപ്പോ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒന്ന് ഓക്കെയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും ഹൈ ആയിരിക്കും. ഇനി ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ല, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്, സോ അങ്ങനത്തെ കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെയാണ്? അവർ ഇമോഷണൽ അൺസ്റ്റേബിൾ ആയിരിക്കും. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അവർ പ്രതികരിക്കും, പെട്ടെന്ന് അവർക്ക് ഇമോഷണൽ ഔട്ട് ബ്രേക്കുകൾ സംഭവിക്കും. എന്താ പറയാ, മൈൻഡ് അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി രണ്ടാമത്തെ ഒരു ഫീച്ചർ ആണ് പറയുന്നത് ഇന്റലിജൻസ്. ഓക്കെ, എന്നുവെച്ചാല് അത്യാവശ്യം എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികള്, ബുദ്ധിശക്തിയുള്ള കുട്ടികള്, അവർക്ക് നേരത്തെ ഇമോഷണൽ കൺട്രോൾ വരും. ഓക്കെ, ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ നേരത്തെ വരും. കാരണം അവർക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ അറിയാം. ഞാൻ ഈ സമയത്ത് ഈ സിറ്റുവേഷനിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അവർ ചിന്തിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ലെസ് ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും. പെട്ടെന്ന് അവർ പ്രതികരിക്കും. ഒരു ദേഷ്യം വന്ന അവര് എന്താ പറയണേ, ആ സിറ്റുവേഷനിൽ എന്ത് പറയണം എന്നൊന്നും ചിന്തിക്കില്ല. ജസ്റ്റ് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ആയിരിക്കും അപ്പൊ സംഭവിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് എന്താ തോന്നുന്നത് ആ ഒരു കാര്യങ്ങൾ അവരവിടെ പ്രകടിപ്പിക്കും. ദേഷ്യമോ അല്ലെങ്കിൽ എന്തൊരു ഇമോഷൻസ്, നിങ്ങൾ ഇമോഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഏതൊരു ഇമോഷൻസും ഇമോഷനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഇമോഷൻസും എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. ലെസ് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ, ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്നുവെച്ചാൽ പല ഇമോഷൻസ് ഉണ്ട്. ദേഷ്യം, എന്താ പറയുക, സങ്കടം, അതേപോലെ തന്നെ സാഡ്നെസ് ഒക്കെ അവർക്ക് പെട്ടെന്ന് വരും ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്. പക്ഷെ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആയിരുന്നെങ്കിൽ എന്ത് പ്രതികരിച്ചാണ്, ഞാൻ ആയിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇതേപോലെ തന്നെയല്ലേ പ്രതികരിക്കാം എന്നത് മനസ്സിലാക്കാൻ, റീസൺ ചെയ്യാനും തിങ്ക് ചെയ്യാനും ഉള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്? ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ട്. ഓക്കെ, അവർക്ക് അവരുടെ ഇമോഷൻസ് ആ സിറ്റുവേഷൻസ് അനുസരിച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ആർക്കുണ്ട്? ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ട്. പ്രോപ്പർ ആയിട്ട് ഇമോഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പർ ആയിട്ട് അവരുടെ ഇമോഷൻസ് യൂസ് ചെയ്യാനായിട്ട് ഏതൊരു സിറ്റുവേഷനിൽ ഏത് ഇമോഷൻസ് പ്രകടിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ ആർക്ക് പറ്റും? ഈ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റും. സോ നമുക്ക് ഈ രണ്ട് പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. There is a positive relation between health and emotional development. ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ആണ് ഉള്ളത്. The children weak in physical structure or suffering from illness are more emotionally upset and unstable than the children who are healthy. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിസിക്കൽ സ്ട്രക്ചറിലോ എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികൾക്ക് അവർക്ക് ഇമോഷണലി അവർ കുറച്ചുകൂടി അപ്സെറ്റ് ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും, ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവണമെന്നില്ല. ദെൻ ഇന്റലിജൻസിലേക്ക് വരാണെങ്കിൽ സ്റ്റഡി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദർ ഈസ് പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് ലെസ് ഇമോഷണൽ കൺട്രോൾ എമംഗ് ലോ ഇന്റലിജന്റ് ചിൽഡ്രൻസ്. അപ്പോ
അപ്പോ ലെസ് ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും ഇന്റലിജൻസ് കുറവുള്ള കുട്ടികളിൽ കാണുന്നത്. കമ്പയർ ടു ഹൈ ഇന്റലിജന്റ് ഗ്രൂപ്പ്സ്, ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ കുറവായിരിക്കും. An intelligent person with his reasoning and thinking, ഒരു ഇന്റലിജന്റ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് അത് ചിന്തിക്കാനും അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ള പവർ ഉണ്ട്. An intelligent person with his reasoning and thinking power exercise control as per the situation. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആ ഒരു ഇമോഷണൽ കൺട്രോൾ കൺട്രോൾ ചെയ്യണം. ആൻഡ് മേക്ക് പ്രോപ്പർ യൂസ് ഓഫ് ഹിസ് ഇമോഷൻ, പെട്ടെന്നായിട്ട് ഇമോഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവന് അറിയാൻ പറ്റും. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നല്ല അറിവുള്ള നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ആ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാനും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഇമോഷൻസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ ആർക്കുണ്ടാവും? ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കുണ്ടാവും. പക്ഷെ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്നായിരിക്കും ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തത്. അവരെങ്ങനെയാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കും. ചിലപ്പോ ഒരു അഗ്രസീവ്നെസ്സിനോട് കൂടി ആയിരിക്കും ദേഷ്യം. ചിലപ്പോൾ അവർ ആ കുട്ടി വേറെ കുട്ടിയുടെ കളിക്കുന്ന ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതവർ പ്രകടിപ്പിക്കും ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ. പക്ഷെ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്താണ് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കാൻ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഹെൽത്ത് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നേരത്തെ ഇമോഷണൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ കുറവായിരിക്കും. ക്ലിയർ ആണോ ആ രണ്ട് പോയിന്റ്? ഓക്കെ, ഇനി ഫാമിലിയാണ്. ഓക്കെ, ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കുട്ടികളുടെ ഇമോഷണൽ ബിഹേവിയറിൽ. ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ശരിക്കും പറഞ്ഞാല് നമ്മള് ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ജോയിന്റ് ഫാമിലിയിലാണ് കുട്ടികൾ വളർന്നെങ്കിൽ കുറച്ചും കൂടി അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അവർ ഒരുപാട് കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും, അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും അത് കറക്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ട്? ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നല്ലൊരു പോസിറ്റീവ് എന്താ പറയാ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു എന്താ പറയാ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഭയങ്കര ടെൻഷനും ഭയങ്കര കോൺഫ്ലിക്റ്റും തർക്കങ്ങളും അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എപ്പോഴും ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര അടിയാണ്, എപ്പോഴും തർക്കങ്ങളാണ്, ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന കുട്ടിയാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ഫീസ്റ്റ് ഒരു ഭയങ്കര ടെൻഷനും ഭയങ്കര കോൺഫ്ലിക്റ്റും തർക്കങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിയിൽ വരുന്ന കുട്ടികൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. പക്ഷെ നല്ലൊരു ഗുഡ് ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും കോൺഫ്ലിക്റ്റും തർക്കങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി നെഗറ്റീവ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോളും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോ ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് കുട്ടികളിലെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്യുന്ന അവരുടെ ഫാമിലിയിലെ പാരന്റ്സ്, നമ്മളെ പാരന്റ്സിനെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് കോപ്പി ചെയ്ത് മെയിനായിട്ട് കോപ്പി ചെയ്യുന്നത്. അപ്പൊ പാരന്റ്സ് ദേഷ്യം വരുമ്പോ പെട്ടെന്ന് അവർക്ക് എന്താണോ കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് എറിയുകയാണെങ്കിൽ കുട്ടി വലുതായി വരുമ്പോ അവന് ദേഷ്യം വരുമ്പോ അവൻ അത് തന്നെയാ ചെയ്യുന്നത്. ഫാമിലി ആൾക്കാരെ ദേഷ്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല, ചെറിയ കാര്യത്തിന് പോലും എന്താ പറയുക സ്മൈൽ ചെയ്ത് പോവാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണെങ്കിൽ കുട്ടിയും എന്താവുള്ളൂ അവന് ഒരു കോൺഫ്ലിക്റ്റിൽ പോവാതിരിക്കാനായിരിക്കും അവൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം. ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്? ഫാമിലി. ചിൽഡ്രൻ കോപ്പി ദ ഇമോഷണൽ ബിഹേവിയർ ഓഫ് ദ പാരന്റ്. അപ്പോ ചിൽഡ്രൻസ് ആരെ കോപ്പി ചെയ്യുന്ന? പാരന്റ്സിന്റെയും അതേപോലെ എൽഡർ മെമ്പേഴ്സിന്റെയും ബിഹേവിയർ ആണ് ഫാമിലിയിലുള്ള എൽഡർ മെമ്പേഴ്സിന്റെ ബിഹേവിയർ അവർ കോപ്പി ചെയ്യാനായിട്ട് നോക്കും. Children copy the emotional behavior of the parents and other members of the family. If a good atmosphere exists at home, നമ്മുടെ വീട്ടില് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് എക്സിസ്റ്റിംഗിൽ നിലനിൽക്കുന്നതെങ്കിൽ ചിൽഡ്രൻസ് ഡെവലപ്പ് പോസിറ്റീവ് ഇമോഷൻ. നമ്മുടെ ഫാമിലി നല്ല ലവിങ് ആയിട്ടുള്ള കെയറിംഗ് ആയിട്ടുള്ള ഷെയറിംഗ് ആയിട്ടുള്ള മെന്റാലിറ്റി ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? പോസിറ്റീവ് ഇമോഷണൽ
ഇമോഷൻസ് ആയിരിക്കും അവർ കാണുന്നത്. അവർ ജനിച്ചപ്പോൾ മുതൽ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ നല്ല സ്നേഹത്തോടു കൂടി, നല്ല ഒത്തൊരുമയോട് കൂടി, നല്ല ഷെയറിങ്ങിലൂടെയാണ് പോകുന്നതെങ്കിൽ അവർ ഒരു പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. While family relationship with conflict, tension leads to negative emotion. ഭയങ്കര തർക്കങ്ങളും കോൺഫ്ലിക്റ്റും ടെൻഷനും ഒക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഈ കുട്ടികളിൽ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ബാഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും അവരിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ദേഷ്യം, വൈരാഗ്യം, അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ അവർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കുട്ടികളിൽ എന്താണ് ഒരു പോസിറ്റീവ് ഇമോഷൻ ഡെവലപ്മെന്റും ഒരു നെഗറ്റീവ് ടെൻഷനും കോൺഫ്ലിക്റ്റും ഒക്കെ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാണെങ്കിൽ നെഗറ്റീവ് ഇമോഷനിലേക്ക് കുട്ടികൾ വരും. ദ സൈസ് ഓഫ് ദ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഫാക്ടർ ആണ്. ഫാമിലി എന്ന് പറയുമ്പോൾ സൈസ് ഇമോഷൻ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് പോസിറ്റീവ് ആയിരിക്കും എന്ന് ഉണ്ട്. എന്നാലും ന്യൂക്ലിയർ ഫാമിലി നെഗറ്റീവ് ആണെന്നല്ല പറയുന്നത്. ഒരു അച്ഛനമ്മ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അവിടെ കുട്ടി ഷെയറിംഗ് ഹാബിറ്റ് ഒന്നും പഠിക്കുന്നില്ല. ചെറുപ്പത്തിലെ തന്നെ എല്ലാ കാര്യവും അവര് മാത്രമാണ്. അപ്പൊ അവരുടെ ഫാമിലി അവരുടെ ഒരു ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ അവർ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. സോ അതൊക്കെ ഒരു സൈസ് ഓഫ് ദ ഫാമിലി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട്സ് കുട്ടിയുടെ ഇമോഷനിൽ കൊണ്ടുവരും. സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി, ഫാമിലിയുടെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്. ഹൈ ക്ലാസ് ഫാമിലി ആണെങ്കിൽ ചിലപ്പോൾ എന്താണ് പറയാ, കുട്ടികളിൽ ഒരു എന്താ പറയാ, ഒരു കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തുന്ന ഫാമിലീസ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷൻസ് കുട്ടികളിൽ വളരാനുള്ള ചാൻസ് ഉണ്ട്. ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്, ആ കുട്ടിയുടെ ആ ഫാമിലിയിലെ പൊസിഷൻ എങ്ങനെയാണ്, അവനെല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് പോസിറ്റീവ് ഇമോഷൻ ആയിരിക്കും. ചില കുട്ടികളിൽ അവർ സ്നേഹിക്കാൻ ആരില്ല, പാരന്റ്സിനും ഇഷ്ടമല്ല, ഗ്രാൻഡ് പാരന്റ്സിനും ഇഷ്ടമല്ലെങ്കിൽ ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇമോഷൻ നെഗറ്റീവ് ആയിരിക്കും. ചിലർക്കില്ല, പണ്ടാണ്, ഇപ്പോഴല്ല, പണ്ട് നമ്മുടെ ഫാമിലീസിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു, പെൺകുട്ടികൾ ജനിക്കുന്ന ചില ഫാമിലീസിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ പെൺകുട്ടികളോട് വലിയ എന്ത് കാണിക്കില്ല, താല്പര്യം കാണിക്കില്ല. ഇന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു എന്താണ് ഡിഫറൻസ് കാണിക്കുന്നില്ല. പക്ഷെ പണ്ടത്തെ ടൈമില് പണ്ട് അങ്ങനെ കണ്ടിരുന്നു. കാരണം എന്താ പറയാ, എന്റെ എക്സ്പീരിയൻസ് പറയാം. എന്റെ അമ്മയുടെ വീട്ടില് അമ്മയുടെ അനിയത്തി എന്നുവെച്ചാൽ അന്ന് 10ാം ക്ലാസ് പാസ്സാകാന്ന് പറഞ്ഞ വലിയ കാര്യമാണ് അല്ലെ. SSLC ആയിരുന്നു അന്ന്, അല്ല 10ാം ക്ലാസ് പാസ്സാന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. അന്ന് എന്റെ മേമ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഡിസ്ട്രിക്ഷനോടെ പാസ്സായി. എന്നുവെച്ചാൽ ഒത്തിരി മാർക്ക് ഉണ്ട്, എന്തോ മാർക്ക് പറയും, അതിൽ ഇത്രയും മാർക്ക് നേടിയിട്ടാണ് പാസ്സായത്. അപ്പൊ എല്ലാവരും പറഞ്ഞു ബാക്കി അവരെയും നേരത്തെ തന്നെ കല്യാണം കഴിച്ചു പോയി, അങ്ങനെയാണ്. പക്ഷെ മേമന് എന്ത് ചെയ്തു, എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കാൻ വിടണമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തില്ല, അച്ചാച്ചന് പഠിപ്പിക്കാൻ വിട്ടില്ല. വിടാനൊരു കാരണം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എന്നുവെച്ചാല് അവള് പഠിച്ചിട്ട് വേണ്ട ഞങ്ങളുടെ വീട്ടില് എന്ത് പഠിക്കാൻ, അവൾ പഠിച്ച് ജോലിക്ക് പോയിട്ട് വേണ്ട വീട്ടില് കാര്യങ്ങൾ നോക്കാൻ, എന്റെ ഇവിടെ തന്നെ അടങ്ങി നിന്നാ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അമ്മയുടെ ഫാമിലിയില് ബാക്കി എല്ലാവരും അത്യാവശ്യം ജോലി, അവർ കല്യാണം കഴിച്ച ഫാമിലി അനുസരിച്ച് ഓക്കെയാണ്. പക്ഷെ ഈ മേമ മാത്രം കുറച്ച് വീക്കായി പോയി. കാരണം മേമനെ കല്യാണം കഴിച്ചു കൊടുത്തത് നല്ല സ്ത്രീധനത്തോട് കൂടിയൊക്കെ തന്നെയാണ്. എന്നാൽ പോലും പോയ ഫാമിലിയിൽ ഒരു ഫിനാൻഷ്യലി പ്രോബ്ലംസ് വരെ ഇപ്പോഴും ആള് ഭയങ്കര കഷ്ടപ്പാടാണ്. റെയിൽവേയിലാ ജോലി, അന്നത്തെ ടൈമിലാണല്ലോ റെയിൽവേയില് ജോലി, കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം റെയിൽവേയിൽ ജോലി കിട്ടി, കസ്റ്റേജി ജോലി കിട്ടി. എന്നാലും അത്രയും നല്ലൊരു പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. എന്നാലും അത്ര ഫിനാൻഷ്യലി അത്ര ഓക്കെ അല്ല ആ പൊസിഷൻ. കാരണം മേമ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇതിനേക്കാളൊക്കെ നല്ല പോസ്റ്റിലേക്കായിരിക്കണം വരേണ്ടത്. പക്ഷെ അങ്ങനെ അന്ന് അലൗ ചെയ്തില്ല. ആ ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പൊ ആ കുട്ടിയുടെ ഓർഡിനൽ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ടോ, ആ കുട്ടി നമ്മളുടെ ഫാമിലിയില് ഒരു നല്ല പൊസിഷൻ ആണ്, അപ്പൊ നമ്മൾ നല്ല ഈക്വൽ ആയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, നല്ല സ്നേഹത്തോടെയാണ് എല്ലാവരും പെരുമാറുന്നത് എന്നുള്ളതൊക്കെ ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാരന്റൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ, നമ്മള് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മക്കള് നമ്മളെപ്പോഴും സ്നേഹത്തോടെ അല്ലേ, എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയാണ് മക്കളെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, എല്ലാവരെയും ഡീപ്പി നോക്കുമ്പോ എന്താണ് കുട്ടികളുടെ കളറാണ്. അപ്പൊ അത്രയും ഇഷ്ടത്തോടെയാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടത് എന്താണ് പ്രകടിപ്പിക്കാതിരിക്കരുത്. ചില നമുക്ക് സ്നേഹം ഇഷ്ടമുണ്ടെങ്കിൽ ഇത് പ്രകടിപ്പിക്കണം, കുട്ടികളോട് തന്നെ പറയണം, ഇത് പ്രകടിപ്പിച്ച് തന്നെയാണ് ആ സമയത്ത് സ്നേഹിക്കണം. അവര് കുറച്ച് ടൈമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലെ. ഒരു
ഈ ഒരു ടൈമിൽ മാത്രമേ നമ്മളുടെ കൂടെ എപ്പോഴും നമ്മുടെ കൺട്രോളിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. നമ്മൾ സ്നേഹം ആ ടൈമിൽ കാണിക്കണം. അത് കഴിഞ്ഞ് അവർ സ്റ്റഡീസും പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അത് നമ്മളിൽ നിന്ന് കുറച്ച് അകന്നൊക്കെ പോകും. പഠിക്കാൻ വേണ്ടി കോളേജിലും ഹോസ്റ്റലിലൊക്കെ നിൽക്കേണ്ടതായിട്ട് വരും. സോ ഈ ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ അവരെന്ത് ചെയ്യണം, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. എന്നാലാണ് അവർക്ക് നല്ലൊരു ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കാം. ഓൾസോ അഫക്ട് ദി ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. ഇതെല്ലാം ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്, ഫാമിലി. ഒന്ന് റീഡ് ചെയ്തേ. നെക്സ്റ്റ് ഫാക്ടർ ആണ്, ക്ലിയർ ആയല്ലോ ഫാമിലി? നെക്സ്റ്റ് ഫാക്ടർ ആണ് സോഷ്യൽ അറ്റ്മോസ്ഫിയർ. സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആ കുട്ടി വളർന്നു വരുന്ന സമൂഹം എങ്ങനെയാണ് എന്നുള്ളത് ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ്. ഇതാണ് സോഷ്യൽ അറ്റ്മോസ്ഫിയർ. അതേപോലെ തന്നെ ആ കുട്ടിയുടെ സ്കൂളിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇങ്ങനെയാണ്. അവർക്ക് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന്. അപ്പൊ നമ്മള് ഒരു കുട്ടി വളർന്നു വരുന്ന സോഷ്യൽ അറ്റ്മോസ്ഫിയറും ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല കൺഡ്യൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെയാണ് ആ കുട്ടി വളർന്നു വരുന്നതെങ്കിൽ ഇമോഷണൽ ഗ്രോത്തും എങ്ങനെയായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. പക്ഷേ ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം അത്ര പോസിറ്റീവ് അല്ല, അത്ര ഹെൽത്തി അല്ല. എപ്പോഴും എന്താണ് പറയാ, സ്കൂളിൽ പോകാൻ പോലും ഭയന്നാണ് ആ കുട്ടികള് എന്ത് ചെയ്യുന്നത്, പോകുന്നതെങ്കിൽ, സ്കൂളിലേക്ക് പോകുന്നെങ്കിൽ എന്താണ് അവിടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വാറൊക്കെ നടക്കുന്ന സ്ഥലങ്ങളല്ലേ, അവിടങ്ങളിലൊക്കെ ഉള്ള കുട്ടികള്, അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ വാറെന്ന് പറഞ്ഞ ഒത്തിരി രാജ്യങ്ങളിൽ വാറ നടക്കുന്നുണ്ട്. അപ്പൊ അവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റുന്നില്ല. പോകുന്നതാണെങ്കിൽ പോലും എന്താണ്, പോകുന്നതാണെങ്കിൽ പോലും അവർക്ക് റിസ്ക് ആണ്. റിസ്ക് ആണ്. ആ ഒരു സ്കൂളിൽ പോവുക, പഠിക്കുക, പോരാന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു മിനിറ്റ് ട്ടോ. ഓക്കെ, അപ്പോ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഈ കുട്ടികളിൽ എന്താണ്, ആ ഇമോഷൻ പേടിയോട് കൂടിയായിരിക്കും എന്താ പറയാ, ചില കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ഇന്ന സ്കൂളിന് നേരെ പോകുമ്പോൾ ആക്രമണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും. പഠിക്കാൻ പോലും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല ആ സ്ഥലങ്ങളിലുള്ളത്. നമ്മളൊക്കെ സേഫാണ് അല്ലെ, നമുക്ക് എന്താ പറയുക, അത്രയും സേഫ് ആയിട്ട് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി വരുന്നതൊക്കെ. പിന്നെ പുറത്ത് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഓക്കെയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോ ഈ പേടി
നമ്മൾ പേടിയോട് കൂടിയാണ് പഠിക്കാൻ പോകുന്നെങ്കിൽ അത് വളരെയധികം നമ്മുടെ ഇമോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കുട്ടി, ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോണ വഴി സ്കൂളിൽ വെച്ചിട്ട് വെടിയേറ്റും. അതേപോലെ തന്നെ എന്താ പറയാ, എന്നിട്ടും വെടിയേറ്റിട്ടും അതിന്റെ ലൈഫ് അത്ര റിസ്ക് ആയിട്ട് പോയിട്ടും റിസ്കി ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് പോലും എന്താണ് ആള് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ കൊണ്ടുകൊണ്ട് ഉള്ളില് ആ ഒരു പഠിക്കണം, നല്ലൊരു ജീവിതം മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ആളും വീണ്ടും തുടർന്ന് പഠിക്കുകയും അതേപോലെ തന്നെ എന്താ പറയാ മുന്നോട്ട് പോവുകയും ചെയ്തൊരു കുട്ടിയുണ്ട്. കുട്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രായമാണ്? മലാലയാണോ? അതെ, മലാല. അതെ, മലാല യൂസഫ്സായി. അപ്പൊ ഞാൻ ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഞാനൊരു എസ്സേ തരാണ്. ഒരു സെമിനാർ, നിങ്ങൾ സെമിനാർ ആയിട്ട് എടുത്താൽ മതി. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു പോർഷനെ കുറിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ആ ഒരു എസ്സേ ആണ് ഞാൻ എഴുതാൻ പറയുന്നത്. അതിനെ കുറിച്ച് നിങ്ങൾ സെമിനാർ കണ്ടക്ട് ചെയ്യണം. റൈറ്റ് എ ഷോർട്ട് എസ്സേ about Malala Yousafzai. മാഡം ഈ ക്ലാസ് കഴിയുന്നതിന്റെ മുന്നെയാണോ ഈ ചാപ്റ്റർ കഴിയുന്നതിന്റെ മുന്നെയാണോ? ചാപ്റ്റർ കഴിയുന്നതിന് മുമ്പ്. ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പല്ല, ഈ ചാപ്റ്റർ കഴിയുന്നതിന് മുമ്പ്. ചാപ്റ്റർ 3 ആണ്. സോ ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു എസ്സേ എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? നെക്സ്റ്റ് വീക്കിലേക്ക് പറ്റുമല്ലോ. നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ ഞാൻ അസൈൻമെന്റ് കൊടുക്കാം കേട്ടോ. അസൈൻമെന്റ് ആണ്, അസൈൻമെന്റ് ബുക്കിലാണ് എഴുതേണ്ടത്. അസൈൻമെന്റ് ബുക്കിലാണ്, ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യാൻ വേണം. ഓക്കെ ആണോ? അസൈൻമെന്റ് ബുക്കിൽ എഴുതാം. ഈ ഒരു എക്സാം ഞാൻ ഗ്രൂപ്പിലിടും, ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പിലിടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അസൈൻമെന്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യനും അസൈൻമെന്റ് ബുക്കിൽ എഴുതാം. ഇത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യാൻ വേണം. പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കുട്ടീനെ സെലക്ട് ചെയ്യും. 1 2 കുട്ടികളെ നിന്ന് സെലക്ട് ചെയ്യും. ടൈം അനുസരിച്ച് 3 കുട്ടികളൊക്കെ സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കും. അപ്പൊ പക്ഷെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി മാർക്ക് എൻ്റർ ആകുന്നുണ്ട്. സെമിനാറിനുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ എല്ലാവരും സെമിനാർ എടുക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ടോപ്പിക്കാണ് തന്നത്. ഒരു റൈറ്റ് എ ഷോർട്ട് എസ്സേ അബൌട്ട് മലാല യൂസഫ്സായി. ഓക്കെ, നിങ്ങൾ എല്ലാവരും അത് പ്രിപ്പയർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. നമ്മൾ സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കുട്ടി വളർന്നു വരുന്ന അവളുടെ ആ കുട്ടിയുടെ സാമൂഹിക എന്താ പറയാ അന്തരീക്ഷം ആ കുട്ടീനെ വളരെയധികം അതിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ്, നല്ല രീതിയിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെയാണ് ആ കുട്ടി വളർന്നു വരുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷൻസ് ബാലൻസ്ഡ് ആയിരിക്കും. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇമോഷൻ അല്ല സോഷ്യൽ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരുന്നതാണെങ്കിൽ ആ കുട്ടികൾ അത് ഇമോഷണലി അത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. The healthy and conducive atmosphere of school always result in balanced emotional growth of the child. അല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് സ്കൂളുകൾ അല്ലെങ്കിൽ ഇമോഷണൽ ഗ്രോത്ത്, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ ഗ്രോത്ത് ആയിരിക്കും കുട്ടികൾ കണ്ടുവരുന്നത്. The physical facilities of the school, curricular and co-curricular activities, method of teaching, nature of discipline, relationship among the members of the staff and head of the institution. അപ്പൊ എന്താ പറയുന്നത്? നമ്മളുടെ സ്കൂളിന്റെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മള് കരിക്കുലം ഏത് ടൈപ്സ് ഓഫ് കരിക്കുലം ആണ് ഫോളോ ചെയ്യുന്നത്, നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, സ്പോർട്സ് അതേപോലെ തന്നെ നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ കുട്ടികൾ നല്ല ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരിക്കും. ടീച്ചിങ് ഓഫ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, ജസ്റ്റ് ലെക്ചർ ക്ലാസ്സിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു കമ്പൈൻഡ് ഒരു ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ് ആണെങ്കിൽ അവിടെ നല്ലൊരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാവും. അതേപോലെ നേച്ചർ ഓഫ് ഡിസിപ്ലിൻ, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഇമോഷണൽ ഔട്ട്ബ്രേക്ക് വരാനുള്ള ചാൻസസ്, നമ്മളൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ നോക്കുക. ആൻഡ് ദ റിലേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റാഫ് ആൻഡ് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഹെഡും സ്റ്റാഫ് മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും കുട്ടി ആ ഒരു റിലേഷൻഷിപ്പ്, പ്യൂപ്പിൾസ് ആൻഡ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്, നമ്മുടെ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഓക്കെ, എനിക്കെന്നല്ല സാധാരണ കുട്ടികൾക്കൊക്കെ എന്താണ് മാത്സ് എന്ന് പറയുന്നത് അവരെ ഇഷ്ടമല്ല. മാത്സിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ മാത്സ് ടീച്ചറിനോടായിരിക്കും ദേഷ്യം. ചില കുട്ടികൾക്ക് ആ ഒരു സബ്ജക്ട് എടുക്കുന്ന ടീച്ചറിനോട്
ആ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് കാരണമായിരിക്കും നമുക്ക് ദേഷ്യം തോന്നുന്നത്. ചിലപ്പോൾ സബ്ജക്ട് വളരെ എളുപ്പമായിരിക്കും, പക്ഷെ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു റിലേഷൻഷിപ്പും എന്താണ് നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ തന്നെ നമ്മൾ ദേഷ്യം വരും. അപ്പൊ ഏതെങ്കിലും ഒരു ടീച്ചർ മാത്സിന് നമ്മൾ 2 അടി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റേ ഇഷ്ടമല്ലാണ്ടാവും. സോ അത് എന്താണ്, നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. കുട്ടികളെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇവരൊക്കെ തമ്മിൽ എന്ത് ചെയ്യാൻ നോക്കേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. ഈ പിയർ ഗ്രൂപ്പ്സ് അല്ലെ, പിയർ ഗ്രൂപ്പ്സ് ആരാണ്? നമ്മുടെ സഹപാഠികൾ, അല്ലെങ്കിൽ നമുക്കൊരു ഗ്യാങ് ഉണ്ടാവില്ല സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ച സമയത്ത്. നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഓരോ ഗ്യാങ്, ഒരു 5 or 6 മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ. അത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മളുടെ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും അത് റെക്ടിഫൈ ചെയ്യാനും ഒക്കെ നമ്മുടെ കൂടെ ടീമായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും അല്ലെ. അതൊരു ബാക്ക് ബോൺ ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കും എന്നുള്ളൊരു സ്ട്രെങ്ത് ആണ് നമ്മളുടെ. ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നേ, ഞാനും അതെ, എന്റെ ഫ്രണ്ട്സ് അതൊക്കെ കുറുമ്പിയാണ്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ 5 പേരും കൂടി ഫ്രണ്ടിൽ നിന്ന് നേരിടുള്ളൂ. സോ അതൊരു ബോണ്ടാണ്. ബോണ്ട് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ്, അല്ലെങ്കിൽ ഒരു അവരുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും അവരും കൂടി ഉണ്ടാവും നമ്മളുടെ കൂടെ ഏതൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഭയങ്കര. പിന്നെ അതേപോലെ നമുക്ക് ഇമോഷണൽ കൺട്രോൾ, ഒരുപാട് ഇമോഷണൽ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്ന ഈ ഗ്രൂപ്പിന്റെ ഒപ്പമാണ്. നമ്മൾ എന്തെങ്കിലും ഗെയിമിലൊക്കെ തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലിയർ ഫേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ടീമായിട്ട് ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കുറച്ചും കൂടി എന്താണ് കുറച്ചുകൂടി ഫെയിലിയർ ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ ഫെയിലായി, ഈ പ്രാവശ്യം നമ്മൾ ഫെയിലായി, നെക്സ്റ്റ് ടൈം നമ്മളത് വിൻ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. സോ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. നമുക്ക് നോക്കാം. പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് പേവ് ദ വേ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെങ്ങനെ പെരുമാറണം, ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ പിയർ ഗ്രൂപ്പ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഓഫ് ദി ചൈൽഡ് ആൻഡ് ദെയർ ബൈ ഹിസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫെയിലിയർ ഫേസ് ചെയ്തു, ഒരു ഗെയിമിൽ നമ്മൾ തോറ്റുപോയി, കുഴപ്പമില്ലാടാ, നമുക്ക് അടുത്ത ഗെയിമിൽ നോക്കാം എന്ന് പറയാനൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പ്രശ്നം, നമ്മൾ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം. ദ മോർ സോഷ്യൽ ദ ചൈൽഡ് ഈസ് the more emotionally adjustable he will grow. ഒത്തിരി സോഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ, സൊസൈറ്റി ആയിട്ട് ഒത്തിരി മിങ്കിൾ ചെയ്യുന്ന കുട്ടികൾ എന്താണ് കുറച്ചും കൂടി ഇമോഷണലി അവർ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപാട് എന്താ പറയുക, നല്ല ആക്റ്റീവ് ആയിട്ട് ഒരുപാട് ഗെയിമും അതേപോലെ തന്നെ ഒരുപാട് ക്രിക്കറ്റോ ആയിട്ട് വോളിബോളോ അങ്ങനത്തെ എന്തെങ്കിലും ഗെയിമിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണ്. കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇമോഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ അവർക്ക് പഠിക്കും. പക്ഷേ ഒരു വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പുറത്ത് ആരായിട്ടൊരു കമ്പനി ഇല്ല, അവർക്ക് പെട്ടെന്ന് ഇമോഷൻസ്, അവർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ്മെന്റ്സ് പറ്റില്ല. സോ അവർ ഇമോഷണലി അവർ ഇമോഷണലി എന്താണ് അൺബാലൻസ്ഡ് ആണ്. Socially displayed and maladjusted children always face difficulty in emotional problems. Socially അല്ലാത്ത കുട്ടികൾ, അതേപോലെ മാൻ അഡ്ജസ്റ്റഡ് അല്ലാത്ത കുട്ടികൾ, അഡ്ജസ്റ്റഡ് ആവാത്ത കുട്ടികൾ ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട്. ഒത്തിരി ഇമോഷണൽ പ്രോബ്ലംസ് ഈ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അപ്പൊ ഇമോഷണലി നല്ല കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഇമോഷൻസ് ഉള്ള കുട്ടികളാവണമെങ്കിൽ ഇതേപോലെ നല്ല അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള നല്ല നമ്മുടെ സൊസൈറ്റിനോട് സോഷ്യൽ ഡെവലപ്മെന്റ് കൈവരിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പറ്റും. അപ്പൊ അതിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പിയർ ഗ്രൂപ്പ്സ്. കുട്ടികളെ നമ്മൾ കുറച്ചും കൂടി സോഷ്യൽ ആക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ഈ പിയർ ഗ്രൂപ്പ്സ്. നമുക്ക് ഉണ്ടാവില്ലേ കൂട്ടുകാര്, അവര്. അപ്പൊ ഈ കൂട്ടുകാരുടെ ഒപ്പം തന്നെ ആവുമ്പോൾ നമ്മൾ ഒത്തിരി ക്വാളിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കൊക്കെ ഓർമ്മയില്ലേ, ഉച്ചയ്ക്ക് ഒരു ടേബിളിൽ അപ്പുറം ഇപ്പുറമുള്ള ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം ഷെയർ ചെയ്ത് അവരെല്ലാവരും വീട്ടിലും കറികള് എന്തെങ്കിലും ഷെയറിങ്, ആ ഒരു ടൈം മുതലല്ലേ നമ്മൾ ഷെയറിങ് പഠിച്ചു തുടങ്ങിയത്. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ആ ചോക്ലേറ്റ് ആണെങ്കിൽ പോലും അത് എന്താണ് കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു ഇല്ലേ? ഞങ്ങൾ എന്താ ചെയ്തിരുന്നത് അറിയാമോ? പോപ്പിങ്സ് വാങ്ങിക്കുള്ളൂ. ഇപ്പൊ 2 രൂപയുള്ളെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിക്കില്ല, പോപ്പിങ്സ് വാങ്ങിക്കും. എല്ലാവർക്കും നമ്പേഴ്സ് ഈക്വൽ ആയിട്ട് 8 പേരുണ്ട്, 8 പേർക്കും ഈക്വൽ ആയിട്ട് നമ്പേഴ്സ് കിട്ടും. സോ നമ്മൾ ഷെയറിങ് ഹാബിറ്റും അതേപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം നമ്മളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അതേപോലെ തന്നെ നമ്മള് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമായെങ്കിൽ പോലും നമ്മൾ ആ ഗ്രൂപ്പിൽ തുറന്ന് പറയും, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് മിസ്റ്റേക്ക് ആണ്. അപ്പൊ അവർക്കൊന്ന് മനസ്സിലാവാണെങ്കിൽ സോറി പറയും.
അങ്ങനെ നമ്മൾ ആ ഒരു പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ നല്ല ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. പിയർ ഗ്രൂപ്പ്സ് ഒന്നുമില്ല, കളിക്കാൻ കൂട്ടുകാരൊന്നും ഇല്ലാത്ത കുട്ടികളാണ്, ഒറ്റയ്ക്കാണ് അവൻ എപ്പോഴും എങ്കിൽ അവൻ ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും. ഓക്കെ, എന്ത് ചൈൽഡ് ആയിരിക്കും? കൂട്ടുകാരൊന്നുമില്ല, കമ്പനി ഒന്നുമില്ല, അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡീവിയേറ്റഡ്. അവൻ നമ്മളുടെ ആ നോർമൽ ആ ഒരു രീതിയിലായിരിക്കില്ല, അവർ ഡീവിയേറ്റഡ് ആണ്. ഓക്കെ, എന്നുവെച്ചാല് അവർക്ക് എന്താ പറയാ, ഒന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഡീവിയേറ്റഡ് ചൈൽഡ്. ഓക്കെ, കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഇമോഷണൽ ബിഹേവിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് അവരുടെ കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഞാൻ പറയാം, ഞാൻ വളർന്നു വന്നത് നൈബർഹുഡ് ഭയങ്കര രസമായിരുന്നു. എന്റെ ചെറുപ്പത്തില് എന്റെ വീടിന് ചുറ്റും ഫുള്ളും ക്രിസ്ത്യൻസാ, ഞങ്ങൾ മാത്രം ഹിന്ദു ആയിട്ടുള്ളൂ. പക്ഷേ എന്റെ എന്താ പറയാ, എന്റെ ഡ്രസ്സിങ് ആവട്ടെ, അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യൻ കുട്ടിയാണെ തോന്നുള്ളൂ. കാരണം എന്താ, എന്റെ സ്റ്റൈൽ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ നമ്മള് ഓണം വിഷുവിനേക്കാളൊക്കെ ഇഷ്ടമാണ് ഈസ്റ്ററും അതേപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ. അല്ലെങ്കിൽ ക്രിസ്മസിന് എന്താ പറയാ, സ്റ്റാർ ട്രീ അതെല്ലാവരും ഇടും, എന്നാലും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെയാണ്. സോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്റെ ചെറുപ്പകാലം വെച്ച് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആണ്. നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് കോഴിക്കോട് പെരുന്നാളൊക്കെ വരും. ആ സമയത്ത് വെച്ചാല് വീട്ടില് 4 വീട്ടിൽ അല്ലെങ്കിൽ 5 വീട്ടിൽ നിന്നൊക്കെ കോഴിക്കോട് ഉണ്ടാവും. നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. അതേപോലെ തന്നെ ഞങ്ങള് വിഷുവിനും ഓണത്തിനൊക്കെ ഞങ്ങള് പായസമൊക്കെ വയ്ക്കും. അപ്പൊ അതങ്ങനെ ഷെയർ ചെയ്യും. നല്ലൊരു ബ്രദർഹുഡ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നത്. നമുക്ക് സെപ്പറേഷൻ ഫീൽ ചെയ്തിട്ടില്ല, നമുക്കൊരു ക്ലാഷും അങ്ങനെ ഒന്നും വരുന്നില്ല. അവരുടെ റിലീജിയൻ നമ്മൾ റെസ്പെക്ട് ചെയ്തു തുടങ്ങുന്നു. എന്നുവെച്ചാൽ ഞാൻ എന്താ പറയാ, ഞാൻ പഠിച്ചത് അതേപോലെ എന്താ പറയാ ഒരു കോൺവെന്റിലായിരുന്നു. സോ ഞാൻ അവരുടെ റിലീജിയനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അത് ഫോളോ ചെയ്യുന്ന നമ്മൾ അതിലേക്ക് ആയിരുന്നല്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മളത് റെസ്പെക്ട് ചെയ്യുന്നു. ആ ഒരു റിലീജിയനോട് ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു റിലീജിയനും ഞങ്ങളുടെ ചുറ്റും, ഞാൻ ഹിന്ദു ആണല്ലോ, വേറൊരു ഫാമിലി ഉള്ളത് മുസ്ലിംസിന്റെ, അവിടെയും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ വേർതിരിവ് അവിടെ തോന്നുന്നില്ല. നമ്മൾ തമ്മിൽ ഡിഫറൻസ് ആണ്. അത് കാസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളൊരു വേർതിരിവ് നമുക്ക് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഉത്സവത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം പെരുന്നാളിന് പോകുമ്പോൾ പ്രദർശനം കാണാം, ഫുഡ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങള്. അതേപോലെ ഞങ്ങളുടെ ചുറ്റും അത്യാവശ്യം പള്ളികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കപ്പേളകളൊക്കെ ഇവരുടെ കൂടെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ എൻജോയ് ചെയ്ത് വെക്കേഷൻ ടൈമിലാണ് ഊട്ടുപെരുന്നാൾ വരുന്നത്. കറങ്ങിയടിച്ച് ഊട്ടുപെരുന്നാളിനൊക്കെ പോവാ, ഭക്ഷണം കഴിക്കുക. അതായിരുന്നു ഞാൻ ചെറുപ്പത്തിലേ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് ഫാമിലിയിൽ നിന്ന് കുറച്ചുകൂടി എന്താ പറയാ, നമ്മളുടെ റിലീജിയനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അവർക്ക് ഞാൻ പള്ളിയിൽ പോവാന്നൊക്കെ പറഞ്ഞ കുറച്ച് എന്തോ പള്ളിയിൽ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോവാണ്, എനിക്കൊന്ന് പോണമെന്നുണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവർക്ക് ഭയങ്കര അത്ഭുതം, നമ്മൾ പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം. കുറച്ചുകൂടി ഇത് ഓർത്തഡോക്സ് എന്ന് പറയാൻ പറ്റും, കുറച്ചും കൂടെ ഉള്ളു വലിയൊരു രീതിയാണ്. അപ്പൊ അവർക്ക് ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ അവിടെ ചുറ്റുപാടും അങ്ങനെയായിരുന്നു, ഫ്രണ്ട്സും വീട്ടിന്റെ അടുത്ത ചുറ്റുപാടൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. പള്ളിയിലും പോകും, അമ്പലത്തിലും പോകും. എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഫീലും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പോവാറുണ്ട് കേട്ടോ, പള്ളിയിലൊക്കെ ഇപ്പോഴും പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്നൊരു സങ്കടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്നത് അന്തോണിസുകളുടെ മനസ്സിലേക്ക് വരുന്നത്. പെട്ടെന്ന് വിഷമം അതെന്തെങ്കിലും നമുക്കിപ്പോ വയ്യാകെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളെ, അത് ഒരു നമ്മുടെ നൈബർഹുഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന സംഭവങ്ങളാണ്. അതേപോലെ തന്നെ ഞാൻ ചെറുപ്പത്തില് SSLC പഠിക്കുന്ന സമയത്ത് എന്റെ അയൽപക്കത്ത് ചില എന്താ പറയാ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി എപ്പോഴും എല്ലാ ചൊവ്വാഴ്ചയും എനിക്ക് വേണ്ടിയിട്ട് എന്താണ് അന്തോണിസുകളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരും. എനിക്ക് കൊന്തയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. എക്സാമിന് പോണേക്കാളും മുമ്പായിട്ട് നമ്മള് കൊന്തയൊക്കെ വെഞ്ചരിച്ച് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഡിഫറൻസ് ഒന്നുമില്ല. സോ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്റെ ലൈഫിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഉണ്ടാവും. കുട്ടികളെ നമ്മൾ വേർതിരിച്ച് പറയരുത്, ഇങ്ങനെയാണ് അങ്ങനെ ഡിഫറൻസ് ഒന്നും ചെയ്യണ്ട, അവരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. The child picked up so many threads of their emotional behavior from his friends. ഇമോഷണൽ ബിഹേവിയർ, ഷെയറിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് വിഷുവിനും ക്രിസ്മസിനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ കുട്ടിയിൽ ആ ഒരു ചുറ്റുപാടിൽ നിന്ന് അവനെ ക്യൂർ ചെയ്യുന്ന എന്താ പറയാ ബിഹേവിയർ ആണ്.
The brave community is sure to give the birth to fearless and courageous children. നല്ലൊരു ബ്രീവ് ആയിട്ടുള്ള നല്ല ധൈര്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ നല്ലൊരു ഫിയർലെസ് ആയിട്ടുള്ള നല്ല കറേജുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും, നമ്മുടെ സൊസൈറ്റിക്ക് പറ്റും. Whereas the children is grown in emotionally polarized community, exhibit emotional instability and emotional sustainability. ഇപ്പൊ ഒരു വാറൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, എന്താ പറയാ, വാറൊക്കെ ഉള്ളിടത്ത് വളർന്നു വരുന്ന കുട്ടികളുടെ ഇമോഷണലി അവർ ഭയങ്കര വീക്ക് ആയിരിക്കും, ഇൻസ്റ്റേബിൾ ആയിരിക്കും. അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല, അവർക്ക് ഇമോഷണൽ കൺട്രോളുകൾ ഉണ്ടാവില്ല. സോ നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാട് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് വളർന്നു വരുന്നത്, അല്ലെ? ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് നല്ല പ്രൊട്ടക്ഷനോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ പാലസ്തീൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയയിൽ ഉള്ള ആൾക്കാർ, ഇന്ത്യയിലെ എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, എന്നാലും ഏരിയയിലുള്ള ആൾക്കാർക്ക് അവിടുത്തെ കുട്ടികളിലെ ഇമോഷണൽ കൺട്രോൾ അത്ര പെർഫെക്റ്റ് ആവുന്നില്ല. അവർക്ക് ആ ഇമോഷണൽ കൺട്രോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും, ഇൻസ്റ്റബിലിറ്റീസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആ ഒരു സാഹചര്യത്തിലൂടെ വളർന്നു വരുന്നത് കൊണ്ടാണ്. സോ നമ്മളിപ്പോ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് നോക്കിയാ ക്ലിയർ ആണോ പോർഷൻ? എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹെൽത്ത് ആൻഡ് കുട്ടിയുടെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുടെ ഇന്റലിജൻസ്, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്, ഇതെല്ലാം കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് തന്നിട്ടുണ്ട്, സെമിനാർ ആൻഡ് ഒരു അസൈൻമെന്റ് പോലെ തന്നിട്ടുണ്ട്. എസ്സേ അബൌട്ട് അതിനെ കുറിച്ചാണ് എസ്സേ എഴുതാൻ പറഞ്ഞത്. മലാല യൂസഫ്സൈനെ കുറിച്ച് എസ്സേ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മിസ്സിന് പ്രത്യേക ബുക്ക് വേണോ അസൈൻമെന്റിന്? അസൈൻമെന്റ് ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കില്ലേ? ഉണ്ട് മാം, ഉണ്ട്. ജിഷ മാമിന് ഒരെണ്ണമുണ്ട്, അതാ ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല, എല്ലാവരുടെയും അസൈൻമെന്റ്സ് അതിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അസൈൻമെന്റ് ബുക്കിൽ എഴുതാം, കാരണം നിങ്ങൾ അത് സൈൻ ചെയ്യിപ്പിക്കുമല്ലോ. അപ്പൊ എല്ലാവരും അത് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്യും കേട്ടോ. റെക്കോർഡൊക്കെ പോലെ തന്നെ അസൈൻമെന്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല രീതിയില്. അപ്പൊ അത് അസൈൻമെന്റ് ബുക്കില് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ സെലക്ട് ചെയ്ത് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ടായിരിക്കും പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ റെഡി ആയിട്ട് തന്നെ വരണം. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് സൈൻ ഔട്ട് ആരാ പറയുന്നേ?
ഞാൻ പറയാം മേഡം. സൈനോട്ട് ഞാൻ പറയാം മേഡം. ഓക്കെ, ആരാ പറയുന്നത്? അമ്പിളിയും പറഞ്ഞു, നീതും പറഞ്ഞു. നീതു പറ. Okay, thank you, Aparna Miss, for this class. Emotional development is an important part of a child's growth, impacting how they express, manage, and understand their feelings. From infancy through adolescence, children undergo critical emotions changes that shape their social interaction, academic success, and overall well-being. Thank you, everyone. Thank you all. താങ്ക് യു.